സദാമഴമേഘം. ഇപ്പൊ കർക്കിടക മാസം തുടങ്ങാൻ പോവുകയാണല്ലോ. നമ്മൾക്ക് നാടൻ രീതിയിൽ കർക്കിടക കോഴി ഉണ്ടാക്കിയാലോ? ഞാൻ അതൊന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇത് നാടൻ കോഴിയാണ്. നമ്മൾക്ക് കർക്കിടക കോഴി ഉണ്ടാക്കാൻ നാടൻ കോഴിയാണ് ആവശ്യം. നമുക്ക് ലഗോണൊന്നും ഉപയോഗിക്കാൻ പാടില്ല. പണ്ട് കാലത്തൊക്കെ കൃഷിപ്പണികളൊക്കെ ചെയ്തിട്ട് ആ കൃഷിപ്പണി ചെയ്യുന്ന ജോലിക്കാരുണ്ടല്ലോ, അവർക്ക് റെസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ കൂടുതൽ മഴയുള്ളത് കൊണ്ട് കൃഷിപ്പണിയൊന്നും നടക്കില്ല. അതിൻ്റെ മുന്നേ എല്ലാ പണികളും ചെയ്ത് അവർക്ക് റെസ്റ്റ് എടുക്കുന്ന മാസമാണ് കർക്കിടക മാസം. അപ്പോൾ ആ മാസത്തിൽ അവർക്ക് പല ശരീരവേദനകളൊക്കെ വരും. ഈ മഴ കൂടുതൽ പെയ്തത് കൊണ്ടൊക്കെ അവരുടെ ശരീരം എന്ന് പറയും. അപ്പം അതുകൊണ്ട് ശരീരം നല്ല സോഫ്റ്റായിരിക്കും. അപ്പം ഈ കർക്കിടക കോഴി കഴിച്ചു കഴിഞ്ഞാൽ ശരീരമൊക്കെ നല്ല വേദനയൊക്കെ മാറി ആ കുറച്ച് ദിവസത്തെ റെസ്റ്റൊക്കെ കഴിഞ്ഞ് അത് ശരീരമൊക്കെ വൃത്തിയാകുന്നതാണ് പറയുന്നത്. കർക്കിടക മാസമായി. അപ്പം നിങ്ങൾക്കും കർക്കിടക കോഴി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഈ കർക്കിടക കോഴി കഴിക്കുന്ന സമയത്ത് 2 ദിവസം 2-3 ദിവസം പുളിപ്പുള്ളതും പിന്നെ കൂടുതൽ എരിവുള്ളതും മുളക് ഇട്ട സാധനങ്ങളും ഒക്കെ ഇത്തിരി ഒഴിവാക്കുന്നത് നല്ലതാണ്. എന്താ കാരണം? പിന്നെ നമ്മൾ ഇതിൽ കുരുമുളക്, ജീരകം, വെന്തം ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ ഈ കർക്കിടക കോഴി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഫലം കിട്ടണമെങ്കിൽ നമ്മൾ ഇതൊക്കെ ഒഴിവാക്കിയേ തീരും. പിന്നെ റെസ്റ്റ് 2 ദിവസമെങ്കിലും നമ്മൾ ഭാരിച്ച പണികളൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കുക. സിമ്പിളായിട്ട് എന്തെങ്കിലും ഭക്ഷണം തയ്യാറാക്കി കഴിച്ചിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുക സുഖമായിട്ട്. അതാണ് അതിൻ്റെ മെയിൻ. അപ്പം പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ മരുന്ന് കടയിൽ നിന്ന് പച്ചമരുന്ന് കടയിൽ നിന്ന് ഈ കർക്കിടക കോഴിക്കുള്ള മരുന്ന് കൊണ്ടുവന്ന് അതിലിട്ട ശേഷമാണ് പാചകം ചെയ്യുന്നത്. ഇപ്പം അതിനുള്ള സമയങ്ങളൊന്നുമില്ല, എല്ലാവർക്കും പുറത്ത് പോകേണ്ട സമയങ്ങളാണല്ലോ. അതുകൊണ്ട് നമ്മൾക്ക് സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ഞാൻ കഴുകിയെടുത്തത് ഈ നാടൻ കോഴിയാണ്. ഇത് 2 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു 1/2 കിലോ ഉണ്ടാവും. ഇനി പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആദ്യം തന്നെ കുരുമുളക്, പച്ച കുരുമുളകാണ്, വറുക്കൊന്നും വേണ്ട. അതുപോലെ ജീരകം, പിന്നെ വെന്തയം, പിന്നെ വെളുത്തുള്ളി, പിന്നെ കടുക് വറുക്കുമ്പോൾ ഇടാനായിട്ടാണ് ഞാൻ ഈ മുളക് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി. ഇത് ചെറിയ ഉള്ളി തന്നെ വേണം, സവോളയൊന്നും ഇടരുത്. പിന്നെ വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം നല്ലതിനാണ്. നമ്മൾക്ക് സാധാരണ ചിക്കൻ കറി വെക്കുന്ന ആ എല്ലാ മസാലകളും ഇതിന് വേണ്ട. പട്ട, ഗ്രാമ്പു, ഏലക്കായ, തക്കാളി പോലും ഇതിന് വേണ്ട. നമ്മൾക്കിതെല്ലാം പച്ചയായിട്ട് തന്നെയാണ് അരച്ചിട്ട് ഇതിൽ ചേർക്കുന്നത്. അപ്പം നമ്മൾക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം പൊടിച്ചെടുക്കാം.
മല്ലി പൊടിച്ചതാണ്. കണ്ടില്ലേ, ഇങ്ങനെ നന്നായിട്ട് പൊടിഞ്ഞിരിക്കണം. അപ്പം നമ്മൾ ഈ പൊടിച്ച പൊടിനെ നമ്മൾക്ക് ഇതിലിട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കുറച്ചിടുക, പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിക്കുക. നാടൻ കോഴി ആയതുകൊണ്ട് ഇത് കുറച്ച് സമയം വേകാനുണ്ട്, ധൃതി പാടില്ല, പതുക്കെ ആയിക്കോട്ടെ. ഇനി ഇത് നന്നായിട്ട് വേകട്ടെ കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് നല്ല കറക്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ എല്ലാ പാകവും. ഇനി ഒരു ചെറിയ പണി കൂടിയുണ്ട്. ഈ ചെറിയ ഉള്ളിയും കടുകും കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾക്ക് വറുത്തെടുക്കാം. കടുകൊന്ന് ഉടച്ചെടുക്കാം അല്ലേ? അതെ അതെ, കടുകൊന്ന് ഉടച്ചെടുക്കാം. അതിൻ്റെ പരിപ്പ് വരുമ്പോൾ വൃത്തിക്ക് നല്ല മണവും അതിൻ്റെ രുചിയും ഒക്കെ കൂടി ഒന്നുകൂടി ഒരു ഫ്ലേവർ കിട്ടും. അപ്പം നമ്മുടെ കർക്കിടക കോഴി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ തണുപ്പ് കഴിയുന്നതിൻ്റെ മുൻപേ 1 2 പ്രാവശ്യം ഇത് വച്ച് കഴിച്ചു നോക്കുക. ആരോഗ്യത്തോടെ ഇരിക്കുക.